Hi everyone. Today we are going to solve a few problems related to debtors collection period and inventory holding period, inventory turnover ratio, like that. So first problem, Manohar and company sells goods on cash as well as on credit. The following particulars extracted from the books of the year 2019. Like our previous class, ഇതിൽ എന്താ പറഞ്ഞേക്കുന്നത്, കുറച്ച് റോ ഡാറ്റാസ് തന്നിട്ടുണ്ട്. നമ്മളോട് ആ റോ ഡാറ്റാസിൽ നിന്ന് കാൽക്കുലേറ്റ് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്, അതാണ് നമ്മളുടെ പ്രോബ്ലം. സോ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ ഒരു പ്രിപ്പറേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. വളരെ ഈസിയാണ്. റേഷ്യോ അനലൈസിസിൻ്റെ ഷോർട്ട് ആൻസേഴ്സ്, ഷോർട്ട് എസ്സേസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട്. സോ നല്ല രീതിയിൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ തറവ് ചെയ്ത് നന്നായി പ്രാക്ടിക്കൽസ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നന്നായിട്ട് നിങ്ങൾ തറവായിട്ട് ഇത് പഠിച്ചു പോവുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് റേഷ്യോ അനാലിസിസ്. സോ ടോട്ടൽ ഗ്രോസ് സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് അവിടെ നമുക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രോസ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എങ്ങനെയാണ് നമ്മൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസിലേക്ക് എത്തുന്നത്? ഗ്രോസ് സെയിൽസിൽ നിന്ന് റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച്, അതിൽ നിന്നും ക്യാഷ് സെയിൽസും കുറച്ചാലാണ് നമ്മൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസിലെത്തുന്നത്. നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 3 ഇൻഫോർമേഷനാണ് ഫസ്റ്റ് റോ ഡാറ്റയിൽ നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ ഗ്രോസ് സെയിൽസ്, അതിൽ ഒരു ക്യാഷ് സെയിൽസ് കിടക്കുന്നുണ്ട് 30,000. അപ്പോൾ ടോട്ടൽ 30,000 ക്യാഷ് സെയിൽസും കൂടി ചേർന്നിട്ടാണ് 1,60,000. ക്ലിയർ? ഗോട്ട് ദ പോയിന്റ്? ദെൻ നെക്സ്റ്റ് നമുക്ക് സെയിൽസ് റിട്ടേൺസ് തന്നിട്ടുണ്ട് 10,000. ദെൻ ടോട്ടൽ ഡെപ്റ്റേഴ്സ് നമുക്ക് 15,000 ആണെന്ന് തന്നിട്ടുണ്ട്. ബിൽസ് റിസീവബിൾസ് നമുക്ക് ദാറ്റ് ഈസ് 3,000 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് 2,000 ആണെന്നും, സൺഡ്രി ക്രെഡിറ്റേഴ്സ് 18,000 ആണെന്നും, പ്രീപെയ്ഡ് എക്സ്പെൻസസ് 600 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ദ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡിൽ ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ദ ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. സോ ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾസിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് എന്താണ്? നമുക്ക് 2 ഡെപ്റ്റേഴ്സാണ് തന്നിരിക്കുന്നത്. സോ ആ 2 ഡെപ്റ്റേഴ്സും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് നമുക്ക് എടുക്കണം. ആ ഡെപ്റ്റേഴ്സിൽ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ് എന്ത്? ബിൽസ് റിസീവബിൾ. സോ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ഇസ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ദ ബിൽസ് റിസീവബിൾസ് ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് അല്ലേ? സോ 15,000 പ്ലസ് 3,000 ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ്? അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഗ്രോസ് സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 1,60,000 ആണെന്ന്. അതിൽ നിന്ന് നമ്മൾ 30,000 ആയ ക്യാഷ് സെയിൽസും കുറച്ചു, സെയിൽസ് റിട്ടേൺസ് ആയിട്ടുള്ള 10,000 കുറച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് 1,20,000 ആണ് നമ്മുടെ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. സോ അതേ ഡിവൈഡഡ് ബൈ 1,20,000 ഇൻറ്റു 360. ബിക്കോസ് അറൗണ്ട് നമ്മൾ 365 ഡേയ്സ് എടുക്കില്ല, പകരം 360 ആണ് നമ്മൾ അറൗണ്ടായിട്ട് പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്, 1 ഇയർ ടൈം ഓഫ് പീരീഡ് ഉദ്ദേശിച്ചുകൊണ്ട്. സോ 15,000 പ്ലസ് 3,000 ഡിവൈഡഡ് ബൈ 1,20,000 ഇൻറ്റു 360, 54 ഡേയ്സ് ആണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് എടുക്കുന്ന സമയം. അതായത് കടമായിട്ട് വാങ്ങിയ അല്ലെങ്കിൽ ഗുഡ്സ് മനോഹർ ആൻഡ് കമ്പനി കൊടുത്തിട്ടുണ്ട്, ക്രെഡിറ്റിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഏകദേശം ആ കമ്പനിക്ക് 54 ദിവസം വരെ എടുക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് ഈ റോ ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് കമ്പനീനെ ഹെൽപ്പ് ചെയ്തു. മനസ്സിലായോ? ഇങ്ങനെയാണ് പ്രോബ്ലം ചോദിക്കുക. സോ ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനും നിങ്ങൾ എഴുതണം. സോ നെക്സ്റ്റ് പ്രോബ്ലം നമ്മുടെ വന്നിട്ട് ഉള്ളത് ആരുടെയാണ്? ദാറ്റ് ഈസ് ആകാശ് ട്രേഡേഴ്സിൻ്റെ. അപ്പോൾ ആകാശ് ട്രേഡേഴ്സ് എന്താണ് നമ്മളോട് കണ്ടെടുത്താൻ പറഞ്ഞേക്കുന്നത്? അവർക്ക് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കിട്ടണം. സോ നമ്മുടെ ആകാശ് ട്രേഡേഴ്സ് പർച്ചേസ് ഗുഡ്സ് ഓൺ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ടേംസ്. ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദെയർ ബുക്സ്. ടോട്ടൽ പർച്ചേസസ്, ക്യാഷ് പർച്ചേസസ്, purchase returns, creditors at end,
ബിൽസ് പേയബിൾ അറ്റ് എൻഡ്, റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. സോ ഇതിൽ നിന്ന് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ പർച്ചേസസും ക്യാഷ് പർച്ചേസസും തന്നിട്ടുണ്ട്. സോ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ക്യാഷ് സെയിൽസ് കണ്ടുപിടിച്ച പോലെ തന്നെയാണ് അല്ലേ? ക്യാഷ് സെയിൽസ് കണ്ടുപിടിച്ചതുപോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസും കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ പർച്ചേസ് നമുക്ക് തന്നിട്ടുണ്ട് 60,000. സോ അതിൽ തന്നെ ഉൾപ്പെട്ടതാണ് എന്ത്, ക്യാഷ് പർച്ചേസസ്. സോ അതിൽ നിന്ന് റിട്ടേൺസും കൂടി ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ്, അതായത് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് എന്താണെന്ന് കിട്ടുന്നു. അപ്പോൾ മൊത്തം ആകാശ് ട്രേഡേഴ്സിൻ്റെ പർച്ചേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 60,000 ആണ്. ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ടേംസിലാണ് ആ കമ്പനി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് എടുത്തേക്കുന്നത്. അപ്പോൾ അവർ 60,000 രൂപയ്ക്ക് വരെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് കൊടുത്തവർ വാങ്ങിച്ചത് ഗുഡ്സ് 6,000 രൂപയ്ക്കുള്ളൂ. കുറച്ച് ഗുഡ്സ് 5,600 രൂപയോളം വാല്യൂ ഉള്ള ഗുഡ്സ് അവർ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം അവരുടെ പർച്ചേസസ് കണ്ടുപിടിക്കാൻ ടോട്ടൽ പർച്ചേസിൽ നിന്ന് ക്യാഷായിട്ട് കൊടുത്ത ക്രെഡിറ്റ് പർച്ചേസസ് മാത്രം നമുക്ക് മതി. അതാണ് നമുക്ക് ആവറേജ് പേയ്മെൻറ്റ് പീരീഡിൽ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടു, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ടോട്ടൽ പർച്ചേസിൽ നിന്ന് നമ്മൾ ക്യാഷ് പർച്ചേസസും ലെസ് ചെയ്തു, പർച്ചേസ് റിട്ടേൺസും ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48,400 ഇനി ആവറേജ് പേയ്മെൻറ്റ് പീരീഡിൻ്റെ ഫോർമുല പറഞ്ഞാൽ എങ്ങനെയാണ്? ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 360. നമ്മൾ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് എന്തായിരുന്നു? ഡെപ്റ്റേഴ്സിന് എന്ന് പറയുമ്പോൾ കളക്ഷനാണ് അല്ലേ? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ പേയ്മെൻ്റ് ആണ്. അതാണ് അവിടുത്തെ വ്യത്യാസം. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 360. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് എന്തായിരുന്നു? ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു 360. സോ ഈ രണ്ട് പ്രോബ്ലം വരുന്ന രീതിയും അതിൻ്റെ ഫോർമുലയും നിങ്ങൾ പ്രോബ്ലം നിങ്ങളുടെ നോട്ടിലേക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. മനസ്സിലായോ? സോ ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണം തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സും ബിൽ പേയബിളും തന്നിട്ടുണ്ട് 14,000 പ്ലസ് 8,000. ദെൻ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ടുള്ള 48,400 ഇൻറ്റു 360. 164 days ആണ് നമ്മുടെ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. ക്ലിയർ? So I think you are very well clear about the debtors collection period and the average payment period and the formula applying for finding out the average payment period and the debtors collection period. Next we will move to the next problem, that is how to find out or calculate the inventory turnover ratio or inventory holding period. So next company, ഒരു A ലിമിറ്റഡ് കമ്പനി സോൾഡ് ഗുഡ്സ് വർത്ത് 2 lakh വിത്ത് ദ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഓഫ് 25%. ദ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് അതുപോലെ എൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 28,000 ആൻഡ് 22,000 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് ഇത്രയും ഡാറ്റാസിൽ നിന്ന് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ആൻഡ് ഓൾസോ ദ ഇൻവെൻ്ററി ഹോൾഡിംഗ് പീരീഡ്. സോ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് അല്ലേ? സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതാണ് ഇവിടെ നമുക്ക് തന്നേക്കുന്നത്. എ ലിമിറ്റഡ് സോൾഡ് ഗുഡ്സ് വർത്ത് 2 lakh വിത്ത് ദ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഓഫ് 25%. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 lakh ആണ്. അപ്പോൾ സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ്ങും സ്റ്റോക്ക് അറ്റ് ദ എൻഡും തന്നിട്ടുണ്ട്. സോ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. സോ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് നമുക്ക് കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 28,000 പ്ലസ് 22,000 ഡിവൈഡഡ് ബൈ 2, 25,000 ആണ് നമ്മുടെ ആവറേജ് സ്റ്റോക്ക്. അതായത് ആ കമ്പനിയിൽ മൊത്തം ഓപ്പണിംഗ് സ്റ്റോക്ക് ഇത്ര ഉണ്ടായിരുന്നു, ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്രേ ആയിരുന്നുള്ളൂ. അപ്പോൾ മൊത്തം അവർക്ക് ആവറേജ് അവരുടെ കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 25,000 രൂപ മൂല്യമുള്ള സ്റ്റോക്കാണ്. സോ ഈ ഒരു ഗുഡ്സ് സോൾഡ് ചെയ്യാനായിട്ട് അവർക്ക് ഏകദേശം എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ലക്ഷമാണ്.
2 ലക്ഷം ആണ് അവർക്ക് എക്സ്പെൻസ് വന്നേക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ഇൻവെൻറ്ററി ടേൺ ഓവർ, ഇൻവെൻറ്ററി ആ സ്റ്റോക്കിൻ്റെയും പ്രോഫിറ്റിൻ്റെയും തമ്മിലുള്ള റേഷ്യോസാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അല്ലെങ്കിൽ ആ എക്സ്പെൻസും അവരുടെ കയ്യിലുള്ള സ്റ്റോക്കും തമ്മിലുള്ള ഹോൾഡിംഗ് പീരീഡാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ നമ്മളിതെന്ത് അപ്ലൈ ചെയ്തു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടുള്ള 2 lakh ഡിവൈഡഡ് ബൈ ആവറേജിങ് സ്റ്റോക്ക് ആയിട്ടുള്ള 25,000. അപ്പോൾ നമുക്ക് മനസ്സിലായി 8 ടൈംസ് വരെ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. സോ ഇൻവെൻറ്ററി ഹോൾഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 45 ദിവസത്തോളം ഈ ഇൻവെൻറ്ററി ഇവരുടെ കമ്പനിയിൽ കിടക്കുന്നുണ്ട്. സോ അത് സംബന്ധമായിട്ടുള്ള എക്സ്പെൻസുകളും അവർക്ക് ഉണ്ടാവുന്നുണ്ട്. സോ 360 ഡിവൈഡഡ് ബൈ ഈ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ 8 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെൻറ്ററി ഹോൾഡിംഗ് പീരീഡ് മനസ്സിലാക്കാവുന്നതായിരിക്കും. മനസ്സിലായോ? സോ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ കണക്കാക്കുന്ന ഒരു പ്രോബ്ലമാണിത്. സോ ഈ 3 പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് കണക്കാക്കുന്നത്, എങ്ങനെയാണ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്, ക്രെഡിറ്റേഴ്സിൻ്റെ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് മനസ്സിലാക്കുന്നത്, ആൻഡ് എങ്ങനെയാണ് ഒരു ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ അപ്ലൈ ചെയ്യുന്നത്, ഇൻവെൻറ്ററി ഹോൾഡിംഗ് പീരീഡ് മനസ്സിലാക്കുന്നത്. സോ I think you are very well clear about these 3 problems, and I insist you all to do the problems in your notebook, and if you have any doubts and queries you can ask me through our WhatsApp group. Okay, thank you all, have a nice day.